ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ നക്ഷത്ര ജാതകരാണോ? എങ്കിൽ നിങ്ങൾക്കിന്നു മുതൽ രാജാവിനെ പോലെ വാഴാം. അതായത് സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ നക്ഷത്ര ജാതകരായ ആളുകളെ തേടി വളരെയധികം സൗഭാഗ്യമാണ് ഇന്നു മുതൽ വന്നു ചേരുവാൻ പോകുന്നത്. അതായത് ഈ ഒരു സമയം പല വിധത്തിലുള്ള നക്ഷത്ര മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. അത്തരത്തിൽ ഇന്ന് ജൂൺ 22, അതായത് ഇന്ന് സൂര്യൻ മകയിരം നക്ഷത്രം വിട്ട് രാഹു അധിപനായ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജ്യോതിശാസ്ത്രപ്രകാരം ഈ മാറ്റം ഉച്ചയ്ക്ക് 12:31 സംഭവിച്ചത്. സാധാരണയായി സൂര്യൻ ആത്മവിശ്വാസം, അധികാരം, തൊഴിൽ, ഭരണപദവി, പ്രശസ്തി, ആരോഗ്യം എന്നിവയുടെ അധിപനാണ്. അതേസമയം തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപനാവട്ടെ രാഹുവുമാണ്. സൂര്യനും രാഹുവും തമ്മിലുള്ള ഈയൊരു പ്രത്യേക നക്ഷത്ര സംക്രമണം ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്കുള്ള അവസരം ഒരുക്കുന്ന ഒരു ദിവസമാണ്. ഈയൊരു ഗ്രഹമാറ്റത്തിൻ്റെ സ്വാധീനത്താൽ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് തൊഴിലിൽ ഉയർച്ച, സ്ഥാനക്കയറ്റം, വരുമാന വർധനവ്, പുതിയ ബിസിനസ് അവസരങ്ങൾ, സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ സാമൂഹികമായ അംഗീകാരം എന്നിവയെല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഏറെ നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികൾ വീണ്ടും സജീവമാകുവാനും സാമ്പത്തികമായ വലിയ പുരോഗതി കൈവരിക്കാനുമുള്ള യോഗമുണ്ട്. ഈയൊരു സമയം നിങ്ങളുടെ ആത്മവിശ്വാസവും നേതൃത്വ പാടവവും വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമായതിനാൽ നിങ്ങളുടെ കരിയറിലും അതുപോലെ വ്യക്തി ജീവിതത്തിലും നിർണായകമായ വലിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈയൊരു സമയം വളരെയധികം അനുകൂലമാണ്. പ്രത്യേകിച്ചും ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഈയൊരു നക്ഷത്ര മാറ്റം വഴി രാജയോഗ സമാനമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് ഈയൊരു സൗഭാഗ്യകാലത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം തിരുവാതിര നക്ഷത്ര ജാതകരാണ്. മിഥുന രാശിക്കാർക്ക് ഈയൊരു സമയം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും ആശയവിനിമയങ്ങളിലും കൂടുതൽ സജീവത അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും നിങ്ങളുടെ മേലധികാരിയുടെ ശ്രദ്ധയും അംഗീകാരവും നേടുവാനുമുള്ള യോഗമുണ്ട്. അതുപോലെ വ്യാപാരികൾക്ക് പുതിയ ബന്ധങ്ങളിലൂടെയും കരാറുകളിലൂടെയും വലിയ നേട്ടങ്ങൾ സാധ്യമാകും. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ വലിയ വർധനവുണ്ടാകുമെങ്കിലും ചില ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും നിങ്ങളുടെ ചില എടുത്തുചാട്ട തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിക്കുവാൻ കഴിയും. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ നാഡീക്ഷീണം, ഉറക്കക്കുറവ്, ചുമ, ജലദോഷം, അലർജി, തോളിലും കൈകളിലും ഉണ്ടാകുന്ന വേദന എന്നിവ ശ്രദ്ധിക്കേണ്ടതായി വരും. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ബുധനാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ആരാധന, വിഷ്ണു സഹസ്രനാമം പാരായണം, അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ ദാനം ചെയ്യുക എന്നിവ അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ പരിഹാരങ്ങളാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അതായത് കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരും. സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. മുൻപ് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും മുന്നോട്ട് നീങ്ങുവാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിയും സ്ഥിരതയും
നേട്ടങ്ങൾ ഒരുമിച്ച് സമ്മാനിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അധ്വാനത്തെ യോജിച്ച അംഗീകാരവും പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകൾ വഴി വലിയ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. കുടുംബ ജീവിതത്തിലായാലും വളരെയധികം സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന കാലമാണ്. സ്വത്ത്, വാഹനം, ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ വന്നുചേരും. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ആലോചിച്ചുള്ള തീരുമാനങ്ങൾ വളരെ വലിയ ഗുണത്തിലേക്ക് നയിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കുന്നതിനാൽ മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനാഗമ മാർഗങ്ങളും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി നിങ്ങൾക്ക് തൊണ്ടവേദന, ജലദോഷം, അലർജി, ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലും ഉറക്കത്തിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് വളരെ വലിയ ഗുണകരമായി മാറുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ആരാധന നടത്തുക, അതുപോലെ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക, വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുക, അന്നദാനം നടത്തുക എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ചോതി നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. അതായത് ബന്ധങ്ങൾ, പങ്കാളിത്തങ്ങൾ, തൊഴിൽ മേഖല എന്നിവയിൽ നിങ്ങൾക്ക് ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ആശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അംഗീകാരം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ്. വ്യാപാരികൾക്ക് പുതിയ കരാറുകളും സഹകരണങ്ങളും വഴി വളരെ വലിയ രീതിയിലുള്ള ധനനേട്ടത്തിന് കാരണമാകും. സാമ്പത്തികമായ കാര്യങ്ങളിൽ വരുമാനം വളരെയധികം മെച്ചപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുന്നതും വളരെ വലിയ ഗുണകരമായി മാറും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും വീണ്ടും സജീവമാകുവാനും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രധാന തീരുമാനങ്ങളിൽ മുതിർന്നവരുടെ തീരുമാനങ്ങൾ പരിഗണിക്കുന്നത് വളരെ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. ആരോഗ്യപരമായി നിങ്ങൾക്ക് ചർമ്മ പ്രശ്നങ്ങൾ, ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വിശ്രമത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് വളരെ വലിയ ഗുണകരമായി മാറുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ആരാധന നടത്തുക, അതുപോലെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശ്രീ സൂക്തം അല്ലെങ്കിൽ ലക്ഷ്മി അഷ്ടോത്തരം പാരായണം ചെയ്യുക. ഈയൊരു കർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. കുംഭരാശിക്കാർക്ക് ഈയൊരു സമയം പുതിയ ആശയങ്ങളും പദ്ധതികളും പ്രാവർത്തികമാക്കുവാൻ അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകളും സൃഷ്ടിപരമായ ചിന്തകളും അംഗീകരിക്കപ്പെടുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസം, അതുപോലെ ഗവേഷണം, സാമൂഹിക പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ പുരോഗതി പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വരുമാനം വളരെയധികം മെച്ചപ്പെടുമെങ്കിലും ഭാവിയെ മുൻനിർത്തിയുള്ള സാമ്പത്തിക ആസൂത്രണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കുവാനും ഇടയുണ്ട്. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികളായ ആളുകൾക്ക് വിദേശ പഠനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി നിങ്ങൾക്ക് കാലുകളിൽ വേദന,
ചെറിയ അസ്വസ്ഥതകൾ, നാഡീക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടുവാൻ ഇടയുള്ളതിനാൽ ആരോഗ്യപരമായി ഇവ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശനിയാഴ്ചകളിൽ ശനീശ്വര ആരാധന നടത്തുക. അതുപോലെ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക, എള്ളെണ്ണ വിളക്ക് തെളിയിക്കുക എന്നിവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ചിന്തകളും പ്രായോഗിക നേട്ടങ്ങളും ഒരുപോലെ കൈവരിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികൾ വീണ്ടും പുനരാരംഭിക്കുവാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും കലാ, സാഹിത്യ, വിദ്യാഭ്യാസ, ചികിത്സാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക അംഗീകാരവും പുരോഗതിയും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ വരുമാനം മെച്ചപ്പെടുമെങ്കിലും വികാരധീനമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ വലിയ ഗുണകരമായി മാറും. കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം നിലനിൽക്കുകയും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ആവശ്യമായ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുവാനോ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടന്നു കിട്ടുവാനോ യോഗമുണ്ട്. ദൂരയാത്രകൾക്കും ആത്മീയ കാര്യങ്ങൾക്കും അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ജലദോഷം, അലർജി, കാലുകളിൽ നീർക്കെട്ട്, അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കുന്നത് വളരെ വലിയ ഗുണം ചെയ്യും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുക. വിഷ്ണു സഹസ്രനാമം നിത്യവും ഭവനത്തിൽ പാരായണം ചെയ്യുക. അതുപോലെ ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുക എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. ചിങ്ങരാശിക്കാർക്ക് ഈയൊരു സമയം ആത്മവിശ്വാസവും നേതൃത്വ പാഠവും കൂടുതൽ പ്രകടമാകുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്നും സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ പിന്തുണ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഇടപാടുകളിലും ലാഭകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നതാണ്. സംസാരത്തിലുള്ള കർക്കശത ഒഴിവാക്കുക. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന സമയമായതിനാൽ വാക്കുകളിലെ പാരുഷ്യം ഒഴിവാക്കുന്നത് വളരെ വലിയ വിജയങ്ങൾക്ക് കാരണമാകും. അതുപോലെ മക്കളുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ ലഭിക്കുവാനോ അവരുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുവാനോ ഉള്ള അവസരം വന്നു ചേരും. സാമ്പത്തികമായ കാര്യങ്ങളിൽ വരുമാനം മെച്ചപ്പെടുമെങ്കിലും ആഡംബരമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ശരീര ചൂട്, തലവേദന, കണ്ണിൻ്റെ ക്ഷീണം, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പ്രധാനമായും കൃത്യമായ വിശ്രമവും ആരോഗ്യപരമായ ഭക്ഷണക്രമവും പാലിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ആദിത്യ ഹൃദയം പാരായണം ചെയ്യുക. അതുപോലെ ശിവക്ഷേത്രത്തിലോ സൂര്യക്ഷേത്രത്തിലോ ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.